ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം പറയണ ഗവൺമെന്റ് മറുപടി. രണ്ട്, ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിൻ്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല? മൂന്ന്, 200 കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല? 4, ഇത്രയും വിവരം കിട്ടിയിട്ടും GST രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? ഈ 4 ചോദ്യം ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആവശ്യം ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ്, IGST ഒക്കെ ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ടൊരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. പിന്നെ ഇവർക്ക് പൂർണ്ണമായ നിയമസംരക്ഷണവും അറിവും ഈ ഇരകളായി മാറിയവർക്ക് നൽകണം. ഇത് ശ്രദ്ധിക്കാതെ പോയ, ഈ തെറ്റ് കണ്ടിട്ടും മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേരളത്തിലെ GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ്. വ്യാപകമായി കേരളത്തിൽ കള്ള ബിസിനസ്സാണ്, ടാക്സ് വെട്ടിപ്പ് ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു, കോടിക്കണക്കിന് രൂപ കേരളത്തിലെ എക്സ്ചക്കറിന് നഷ്ടപ്പെടുന്ന, ഖജനാവിന് നഷ്ടപ്പെടുന്ന രീതിയിൽ, ടാക്സ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കള്ള കച്ചവടങ്ങൾ നടക്കുക. B2B ബിസിനസ്, അതായത് ബിസിനസ്സുകാർ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് മേടിച്ച് ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് 5000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം, അയാൾ 5000 സ്ക്വയർ ഫീറ്റ് ടാക്സ് ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വീട് വയ്ക്കുകയാണ്. അപ്പൊ ജെനുവിൻ ടാക്സ് പേയേഴ്സ്, ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ ബിസിനസ്സും പോവാണ്, അവരും തകർന്നു പോവാണ്. അപകടകരമായ രീതിയിലേക്ക് ഇത് കംപ്ലീറ്റ് പോവുകയാണ്. ഇത് വെറും, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെറും ടാക്സ് തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റ മോഷണം കൂടിയാണ്, ഡാറ്റ തഫ്റ്റാണ്, വളരെ ഗുരുതരമാണ്. നമ്മുടെ ആരും പേരിലെടുക്കാം, നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഇത് ചോർത്തിയെടുത്ത്, നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ചോർത്തിയെടുത്ത് നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ തുടങ്ങി, നമ്മുടെ പേരിൽ കച്ചവടം നടത്തി, നമ്മുടെ ഇൻകം ടാക്സ്, നമ്മൾ ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടത്തി എന്ന് വന്നാൽ അവസാനം ഇൻകം ടാക്സ് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. നിരപരാധികളായ ഇഷ്ടംപോലെ ആളുകൾ, ഞാൻ അവരുടെ പേരുകളൊന്നും വായിക്കുന്നില്ല, എനിക്ക് നിരവധി ആളുകളുടെ പേരുകളുടെ അവരുടെ അഡ്രസ്സും, തട്ടിപ്പിരയായ നിരവധി ആളുകളുടെ അഡ്രസ്സും അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് സർക്കാരിന് അറിവുണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്? ഞാനൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടിവെക്കാൻ, പുറത്തറിയാതെ മൂടിവെക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണം. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ടാക്സ് വെട്ടിപ്പും ഡേറ്റ മോഷണവും നടത്തി ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെട്ടിപ്പ് നടത്തുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരു നടപടി സ്വീകരിക്കാതെ ആകെ ചെയ്തത്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ആകെ ചെയ്തത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ്. വേറെ ഒന്നും ഈ പാവപ്പെട്ടവനെ അറിയിക്കുക പോലും ചെയ്യാത്ത ഒരു സർക്കാർ. അപ്പൊ ആരെല്ലാമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്? ആരെല്ലാമാണ് ഈ വലിയ തട്ടിപ്പിന് കൊടപിടിച്ച് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിടാത്തത് ഗവൺമെന്റ്? നമ്മൾ സൂക്ഷിക്കുമെങ്കിലും ചെയ്യുമല്ലോ, ഇല്ലേ? ഓരോ പാവങ്ങൾ ഓരോ ആവശ്യത്തിന് ചെല്ലുമ്പോഴാണ് പലരും അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ സംഭവം, അവരുടെ പേരിൽ ഇങ്ങനെ കോടികൾ, ഇപ്പൊ നമ്മുടെ പേരിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പോലുമില്ല, ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോന്ന്. അത്രയും വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്.
രണ്ടാമത്തെ കാര്യം, സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേനെ.